എല്ലാവർക്കും നമസ്കാരം. കാസിം ഭായി ആണ്. അപ്പോഴേ നമ്മുടെ പുഴയുടെ തീരത്താണ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത്. അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ഇതിനു മുമ്പ് നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നട്ട വേനൽക്കാലത്തായിരുന്നു കേട്ടോ. അപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും അധികം വെള്ളമൊന്നുമില്ല. കുറച്ച് മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് കുറേ വെള്ളമൊക്കെ കുറഞ്ഞു. എങ്കിലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ അതിമനോഹരമായിട്ടുണ്ട്. അതൊരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ്. പിന്നെ നമ്മുടെ പമ്പ് ഹൗസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എല്ലാം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പമ്പ് ഹൗസ്. ഇത് ജലനിധിയിൽ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ പൈപ്പ് വഴി നമ്മുടെ നാട്ടിലേക്ക് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിണർ പോലെയാണ്. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് അതാണ് അതിൻ്റെ ഉള്ളിൽ മോട്ടറുണ്ട്. അതിനകത്ത് അടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വെള്ളം എല്ലാം പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുമാരുടെ കലാവാസനയൊക്കെ ഉണ്ടോ. അടിപൊളി ബൈക്കൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാലാണ്, ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കയറി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ നല്ല വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. അത്ര വ്യൂ ആണ്. പുഴേൻ്റെ അങ്ങേ ഭാഗം തൊട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് പുഴയ്ക്ക് അക്കരെ ഭാഗം ആർല ഫാമാണ് കേട്ടോ. ആ കാണുന്നെല്ലാം ഇത് കണ്ടോ, ഈ പുഴയുടെ അങ്ങനെ ഭാഗം എല്ലാം ആർല ഫാമാണ്. ഇതിങ്ങേ ഭാഗം നമ്മുടെ സാധാരണ സ്ഥലവും. അപ്പം അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ വേനൽക്കാലത്ത് വെള്ളം കെട്ടിയേക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പാതയൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ആ പാതയിൽ നിന്ന് പിന്നെ കണ്ടോ വെള്ളം ഇങ്ങനെ കളകളകളായിട്ട് ഒഴുകി പോകുന്നുണ്ട്. വേനൽക്കാലത്ത് ബാക്കിയുള്ള കുറച്ച് വെള്ളം ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് നിൽക്കും ഈ ഭാഗത്ത്. അതിനാണ് ഇങ്ങനെ ഒരു കുറിയ ഒരു ഇത് അണ കെട്ടിയോളം നിർത്തിയേക്കുന്നത് കേട്ടോ. ഇപ്പം ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള വ്യൂ. കണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ നമുക്ക് അങ്ങോട്ട് പുഴയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് ബാക്കി കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി സോപ്പൊക്കെ എടുത്തോണ്ട് വന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് താഴോട്ട് പോയിട്ട് കുളിച്ചിട്ടൊക്കെ പോവാം. എന്തായാലും പുഴ കണ്ട് കുളിക്കാണ്ട് പോകുന്ന മോശമല്ലേ. തോർത്തുണ്ട്, നമ്മുടെ കാലം കുടയുണ്ട്. മഴ പെയ്താലോ വിചാരിച്ച് കുടയൊക്കെ എടുത്തിട്ട് വന്ന് ഇനി നമുക്ക് താഴോട്ട് പോവാം. ഈ ഭാഗത്തല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമൊക്കെ നല്ല തെളിനീര് കണ്ണാടി പോലെ കിടക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നത് എന്താ വെച്ചാൽ മീനിനെ കാണുന്നുണ്ടോയെന്ന്. ഗെയ്സ് ഒറ്റ മീനിനെ കാണുന്നില്ല. ഈ പുഴയെ കിടക്കുന്ന മീനിനെയൊക്കെ ആരാ ഗെയ്സ് ഇങ്ങനെ വലിച്ചെറിച്ചുകൊണ്ട് പോയത്? മീനിനൊന്നും കാണുന്നില്ല. വംശനാശ ഭീഷണി നേരിട്ടതാണോ മീനുകൾക്കൊക്കെ? പണ്ടൊക്കെ ഞങ്ങൾക്ക് പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഈ കല്ലേമുട്ടി എന്ന് പറഞ്ഞ മീനുണ്ട്. കല്ലേ കൂടി പരന്ന് നടക്കുന്നത്. പിന്നെ ഈ അങ്ങനെ പല സൈസ് മീനുകൾ, പരലുകൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മീനുകൾ. ഇതൊന്നും കാണാനില്ല. വെറുതെ ഇത്രയും തെളിനീരായ വെള്ളത്തിൽ ഇപ്പോൾ ഒരു തുള്ളി മീനിനെ കാണാനില്ല. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും പുഴയിൽ മീനൊന്നും കാണാനില്ല കേട്ടോ. ഈ ഭാഗത്തു കൂടെ വെള്ളം ഇങ്ങനെ നല്ല കളകളകളകളാ ഒഴുകുകയാണ്. ഇപ്പം എത്ര കണ്ടാലും മതിയാകുന്നില്ല. അപ്പം ഈ മരത്തടിയാണ് കഴിഞ്ഞ വേനലിലെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പൊക്കത്തെ കയറി അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവിടെ കിടക്കാൻ തോന്നുന്നു. ഇതാ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. എന്ത് രസമായിട്ടാണ് ഒഴുകുന്നത്. പക്ഷെ പണ്ട് ചില സമയത്തുണ്ടല്ലോ നമ്മളിങ്ങനെ കളിച്ചിരിക്കുന്ന സമയത്തൊക്കെ വെള്ളം ഇവിടെ ഇല്ലെങ്കിലും മലയ്ക്ക് മഴ പെയ്താൽ ഭൂം എന്ന് പറഞ്ഞ വെള്ളം ഒരു വരവ് വരും കേട്ടോ. അങ്ങനെയൊക്കെ വന്നാൽ ഞാൻ ഒഴുകിപ്പോവും. പക്ഷെ ഇപ്പോൾ ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. അത് എല്ലാ സമയത്തും ഉണ്ടാവില്ല. ചില സമയത്ത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും. കണ്ടില്ലേ കാഴ്ചകൾ? അപ്പോൾ അവിടെ ആരൊക്കെയോ മീനൊക്കെ പിടിക്കാൻ വരുന്നുണ്ട്. ഞാൻ പുഴയിൽ വന്നപ്പോൾ ഒരാളും ഇല്ല. ഞാൻ ഒറ്റയ്ക്ക്. സത്യം പറഞ്ഞാൽ ഉള്ളിനുള്ളിൽ ചെറിയ പേടിയുണ്ടോ ചോദിച്ചാൽ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അവിടെ അവരാരോ മീനെല്ലാം പിടിക്കുന്നുണ്ട്. കണ്ടോ, ചൂണ്ടയൊക്കെ ഇടുന്ന അവിടെ ആൾക്കാർ. അടിപൊളി. പുഴയിൽ വന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പൊട്ടിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ബാർ സോപ്പ് എടുത്തിട്ട് നമ്മുടെ ചെരുപ്പൊക്കെ തേച്ച് കേട്ടോ. അതിന് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും, ചകിരി കൊണ്ടുവരും. നമ്മുടെ തേങ്ങാ ചകിരി ഇല്ലേ, അതെല്ലാം കൂടി വലിച്ചു വാരി കൊണ്ടുപോയിട്ട് നന്നായിട്ട് പിന്നെ ചെരുപ്പൊക്കെ തേച്ചിടും. പിന്നെ നമ്മൾ തുണി തുണിയെല്ലാം അലക്കിയിട്ട് പുഴയിലോട്ട് ഒറ്റ ചാട്ടം കേട്ടോ. 2 പ്രാവശ്യമായിട്ട് കുളിക്കുക. ആദ്യം ഒരു ചാട്ടം ചാടിയിട്ട് കുളിയെല്ലാം കഴിയും. രണ്ടാമത് ഒന്ന് മുങ്ങിക്കയറും. രണ്ടാമത് സോപ്പ് വെച്ചിട്ട് പിന്നെ ഒരു ചാട്ടം. എന്തൊരു ഓർമ്മയല്ലേ. ശരിക്കും നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ ഈ ഓർമ്മകൾക്കെല്ലാം ഭയങ്കര സുഗന്ധമായിരിക്കും. ഒരിക്കലും ഈ ഒരു കാഴ്ച ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അങ്ങ് കാണുന്നത് അവിടെ ഒരു മലയുണ്ട് കേട്ടോ. അപ്പം മരങ്ങൾ കാണാത്തതാണ്. വലിയ മലയുണ്ട്. ആ മലയിൽ നിന്നുള്ള പല അരുവികളൊക്കെ ചേർന്ന് വന്നിട്ട് ഒരു പുഴയായി ഒരു പുഴയായി മാറി ആ പുഴ ഒഴുകി ഇങ്ങനെ വരിക കേട്ടോ. ഈ പുഴ ഇങ്ങനെ ഒഴുകി പോയിട്ട് ആർളം പുഴയാവുന്നു. ആർളം പുഴയിൽ നിന്ന് കുറേ അങ്ങ് പോയിട്ട് നമ്മുടെ ഇരിട്ടി എത്തുന്നു. ഇരിട്ടിപ്പുഴയിൽ നിന്ന് വളപട്ടണം എത്തുന്നു. വളപട്ടണത്തിൽ നിന്ന് നമ്മുടെ അറബിക്കടലിലോട്ട് ചേരുന്നു. അതാണ് ഈ ഒരു പുഴയുടെ യാത്ര എന്ന് പറയുന്നത്.
അപ്പം അതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ മലയുടെ പൊക്കത്താണ്. ആ മലയുടെ അവിടെയൊന്നും എന്താ പറയുക, ഫോറസ്റ്റാണ്, വലിയ ഫോറസ്റ്റിൽ നിന്ന് വരുന്നൊരു നദിയാണിത്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയാണ്. അപ്പോൾ കർണാടകേൻ്റെ ബോർഡറിലോട്ടാണ്, നമ്മുടെ കേരളവും കർണാടകയും തമ്മിലുള്ള ബോർഡറാണ് ആ മല എന്ന് പറയുന്നത്. ആ മലയുടെ അപ്പുറം, ആ ഫോറസ്റ്റിന് അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലെ നമ്മുടെ മൈസൂരും അങ്ങനെ വരുന്ന കുറേ സ്ഥലങ്ങളാണ്. അതാണ് ഞങ്ങളത് ഭാഗത്തു കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഭാഗത്തു കൂടെ ഇരിട്ടി, പിന്നെ എന്താ കൂട്ടുവാഴ വഴി നമ്മളങ്ങനെ വീരാജപേട്ടയ്ക്കൊക്കെ പോകുന്നില്ലേ, അപ്പം അതൊക്കെ അങ്ങനെ കാണുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് കുറച്ചും കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ വിയറ്റ്നാം, പിന്നെ കംബോഡിയ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് അമേരിക്കയിലെയൊക്കെ സ്ഥലപ്പേരാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവിടുന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയാണ്. അപ്പം അത് പല മാറ്റങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ നമ്മുടെ ഭാഗത്തൂടെ ഒഴുകി പോവുക കേട്ടോ. ഓരോ പ്രാവശ്യം പുഴയിലോട്ട് വരുമ്പോൾ ഒരുപാട് ഓർമ്മകൾക്ക് ഒരു എന്താ ഒരു വേദിയാകുകയാണ് പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കൂട്ടുകാരെയും എൻ്റെ ആടിനെയും എല്ലാം ഓർത്തു പോയി. പുതിയൊരു വീഡിയോ വിശേഷമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരോടും ടാറ്റാ.